താമരപ്പൂവ് തുലാഭാരം. നമ്മുടെ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് ക്ഷേത്രങ്ങളിൽ നിരവധി വഴിപാടുകളുണ്ട്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ തുലാഭാരം. ഭാഗവത പുരാണത്തിൽ നിന്നാണ് തുലാഭാരം വഴിപാടിൻ്റെ ഉത്ഭവം ഉണ്ടായിരിക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണനോടുള്ള തൻ്റെ ഉത്തമ ഭക്തി തെളിയിക്കാൻ പത്നി രുക്മിണി ദേവിയാണ് ആദ്യമായി തുലാഭാരം നടത്തിയതെന്നാണ് വിശ്വാസം. തുലാഭാരത്തട്ടിൽ വെച്ച രത്നങ്ങൾക്കും സ്വർണത്തിനുമൊന്നും ഭഗവാന്റെ തട്ടിന് ഉയർത്താനായില്ല. ഒടുവിൽ ദേവി സ്വയം സമർപ്പിച്ച ഒരു തുളസീദളത്താൽ തുലാഭാരത്തട്ട് ഉയരുകയാണ് ഉണ്ടായത്. തുലാഭാരത്തിനായി സമർപ്പിക്കുന്ന ദ്രവ്യങ്ങളിലെല്ലാം നമ്മളുടെ മനസ്സുകൊണ്ട് സമർപ്പിക്കുന്ന ആ സമർപ്പണത്തിനാണ് ഭഗവാൻ അനുഗ്രഹം നൽകുന്നത് എന്ന വലിയ പാഠമാണ് ഈ വഴിപാട് നമുക്ക് പകർന്നു നൽകുന്നത്. കാര്യസിദ്ധി എളുപ്പത്തിൽ നേടിയെടുക്കാനുള്ള വഴിപാടുകളിൽ ഒന്നായാണ് പൊതുവെ തുലാഭാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട ദ്രവ്യങ്ങൾ കൊണ്ടാണ് തുലാഭാരം നടത്തേണ്ടത്. വിവിധ ആവശ്യങ്ങൾ സാധിക്കാനും ദുരിത നിവാരണത്തിനും രോഗശാന്തിക്കുമായി സാധാരണ നടത്തുന്ന തുലാഭാരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കർമ്മലാഭത്തിന് താമരപ്പൂവ്, ആയുസ് ആത്മബലം താമരപ്പൂവ്, ദാരിദ്ര്യശമനം അവൻ, നെല്ല് ദീർഘായുസ്, മഞ്ചാടിക്കുരു മാനസിക സമ്മർദ്ദം കുറയ്ക്കാനാണ്. അതുപോലെ തന്നെ പ്രമേഹ ശമനത്തിന് പഞ്ചസാര, രോഗശാന്തിക്ക് കദളിപ്പഴം, നീർക്കെട്ടിന് ഇളനീർ വെള്ളം, ഉദരരോഗശമനം ശർക്കര തേൻ, വാതരോഗശമനം പൂവൻപഴം, വസൂരി രോഗം അല്ലെങ്കിൽ ചിക്കൻ പോക്സ് ശമനം കുരുമുളക്, ത്വക്ക് രോഗശമനത്തിന് ചേന, ബിസിനസ് ഉയർച്ചയ്ക്ക് നാണയങ്ങളാണ്, ഐശ്വര്യത്തിന് ഉപ്പാണ്, മാനസികാരോഗ്യ മുക്തിക്ക് നെല്ലിക്ക വാളൻപുളി. അപ്പോൾ ഇവിടെ താമരപ്പൂവ് പറയുന്നത് കർമ്മലാഭത്തിനാണ്. അതുപോലെ തന്നെ ആയുസ് ആത്മബലത്തിനും താമരപ്പൂവാണ് പറഞ്ഞിരിക്കുന്നത്.